ഇറാൻ ആക്രമണം ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും ഒരു യുദ്ധക്കപ്പൽ കൂടി വിന്യസിച്ചു. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഡിസ്ട്രോയർ കപ്പലാണ് ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിലെത്തിയത്. ഇതോടെ 6 ഡിസ്ട്രോയറുകളും SS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും നിരവധി ചെറുപോർ കപ്പലുകളും അടക്കം വമ്പൻ കപ്പൽപ്പടയാണ് ഇറാനെതിരെ വിന്യസിച്ചിരിക്കുന്നത്. ഇതോടെ ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത വർദ്ധിച്ചു. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ ഏതൊരു ആക്രമണത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ഭീഷണി. ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ട്രംപിന്റെ ഭീഷണികൾക്കെതിരെയാണ് ഇറാൻ അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനിടെ ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ റവല്യൂഷണറി ഗാർഡിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയതിന് പിന്നാലെയാണ് നടപടി. ഇന്നലെ ബ്രസൽസിൽ ചേർന്ന EU വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് നിർണായക തീരുമാനത്തിലെത്തിയതെന്ന് EU വിദേശകാര്യ മേധാവി കാജ കല്ലാസ് അറിയിച്ചു. ഇതോടെ EUവിന്റെ പരിധിയിൽ വരുന്ന റവല്യൂഷണറി ഗാർഡിന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഫണ്ടുകളും കണ്ടുകെട്ടും. ഗാർഡിനെ EU പൗരന്മാരോ കമ്പനികളോ സഹായിക്കാൻ പാടില്ല. ഗാർഡ് അംഗങ്ങൾക്ക് 27 EU രാജ്യങ്ങളിൽ യാത്രാവിലക്കും ബാധകമായി. അൽ-ഖ്വയ്ദ, ISIS, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകളെ EU നേരത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി, പ്രോസിക്യൂട്ടർ ജനറൽ മുഹമ്മദ് മൊവാഹേദി ആസാദ് എന്നിവർ അടക്കം 15 ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും 6 സ്ഥാപനങ്ങൾക്കും ഉപരോധം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണ ഭീഷണി ആവർത്തിക്കുന്നതിനിടെയാണ് EUവിന്റെ നീക്കം. ആണവ കരാറിലെത്താൻ ഇറാൻ USുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മറിച്ചായാൽ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.